ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് പിന്നിൽ അണിയറയിൽ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയില്ലെന്ന് CPIയിലെ ബിനോയ് വിശ്വം. ആശയപരമായ അവ്യക്തതകൾ ഉണ്ടെന്ന് RSPയിൽ നിന്ന് NK പ്രേമചന്ദ്രൻ. CPIM വിശദീകരിക്കാൻ ഒരുങ്ങുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധം പാതി വഴിയിൽ അവസാനിപ്പിച്ചതിനെ ചൊല്ലി LDFിലും ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളിലും ആശയക്കുഴപ്പവും അസംതൃപ്തിയും. UDFുമായി രഹസ്യധാരണയുണ്ടാക്കിയാണ് സമരം അവസാനിപ്പിച്ചതെന്ന വിമർശനം നിലനിൽക്കെ പാർട്ടി അംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ CPM സംഘടനാ തലത്തിൽ റിപ്പോർട്ടിംഗ് നടത്തും. അണികളുടെ വികാരം മനസ്സിലാക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഏറെ സന്നാഹങ്ങളോടെ ആരംഭിച്ച സെക്രട്ടേറിയറ്റ് സമരം കൊണ്ട് എന്ത് നേടിയെന്ന അണികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ കുഴങ്ങുകയാണ് LDF, പ്രത്യേകിച്ച് CPIM. VS പിണറായി വിഭാഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന വിഭാഗീയതയെ കൂടുതൽ തീക്ഷ്ണമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നടപടി. പിണറായിക്കൊപ്പം അടിയുറച്ചു നിന്നിരുന്ന തോമസ് ഐസക്, AK ബാലൻ മുതലായ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ പരസ്യമായ നിലപാടെടുത്തത് CPIMൽ പുതിയ ഗ്രൂപ്പ് സമവായങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. സമരം അവസാനിപ്പിച്ച നടപടിയിൽ LDFിലെ ചില ഘടകകക്ഷികൾക്കും കടുത്ത അമർഷമുണ്ട്. അതൊക്കെ നമ്മുടെ സഖാക്കളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും, ബോധ്യപ്പെടുത്തും. ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് സമരമേ നിർത്തിയെന്നുള്ളൊരു ധാരണയാണ്. അത് നിർത്തിയിട്ടില്ല. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ സമരം പിൻവലിച്ചതിനെതിരെ രംഗത്തെത്തിയതും LDFന് തലവേദനയായിട്ടുണ്ട്. സമരം അവസാനിപ്പിച്ചപ്പോൾ മുതൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ആരംഭിച്ച പ്രതിഷേധം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഇതിനിടയിൽ സമരം അവസാനിപ്പിക്കേണ്ടി വന്നതിന്റെ കാരണം വിശദീകരിക്കാൻ നാളെ മുതൽ CPIM ഏരിയ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനടുത്ത ദിവസങ്ങളിൽ ലോക്കൽ ബ്രാഞ്ച് യോഗങ്ങളും നടക്കും. ഒരു സമരം പരാജയപ്പെട്ടതിന്റെ കാരണം അണികളോട് വിശദീകരിക്കേണ്ടി വരുന്ന അവസ്ഥയും CPIM നേതൃത്വത്തിന് ഇത് ആദ്യ അനുഭവമായിരിക്കും. മീഡിയ 1 തിരുവനന്തപുരം, കണ്ണൂർ. സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് യൂസഫ് അലി ഇടപെട്ടെന്ന് പറയുന്നവർ യൂസഫ് അലിയുടെ PROമാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. നാവ് വാടകയ്ക്ക് കൊടുത്തവർക്ക് മറുപടി പറയാൻ താനില്ല. യൂസഫ് അലി അത്തരത്തിൽ മഹത്വമുള്ളയാളാണെന്ന് തനിക്ക് അറിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഈ നാക്ക് വാടക കൊടുക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ഈ നാക്ക് വാടക കൊടുക്കുന്ന കൂട്ടത്തിൽ പെട്ടിയ ഒരാളാണ് ഈ പറഞ്ഞയാൾ. അയാളുടെ ഉദ്ദേശം യൂസഫ് അലിയെ മഹത്വവൽക്കരിക്കലാണെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിലെ 10,000 പങ്കെടുത്ത ഒരു സമരത്തിൽ ഈ കേരളത്തിലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും സ്വാധീനിക്കാൻ മാത്രമുള്ള മഹത് വ്യക്തിയാണ് യൂസഫ് അലി എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അത് യൂസഫ് അലിയുടെ ഒരു PRO വർക്ക് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തനി അല്പത്തമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്തരം അല്പത്തങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ച് സർക്കാർ പ്രതിപക്ഷത്തിന് കത്ത് നൽകും. അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് സർക്കാർ ആവശ്യപ്പെടും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. LDF ഉപരോധം അവസാനിപ്പിക്കാൻ ഒത്തുതീർപ്പ് നടന്നു എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നാളെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ചേരും. പരിപാടിയെക്കുറിച്ച് സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട് നാളെ പോളിറ്റ് ബ്യൂറോ പരിഗണിക്കും. വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അരുൺ ശങ്കർ, നാളെയും തുടർന്നുള്ള 2 ദിവസങ്ങളിലുമായി നടക്കുന്ന CPIMന്റെ കേന്ദ്ര നേതൃയോഗം എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണനയ്ക്ക് എടുക്കുക? ഏത് തരത്തിലാകും ഇപ്പോൾ നടന്ന ഉപരോധ സമരവും അതേ തുടർന്ന് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളെയും പരിഗണിക്കുക? ഗോപികൃഷ്ണൻ, 2 ദിവസമായി ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായിട്ടാണ് നാളെ PB യോഗം ചേരുന്നത്. ശനി ഞായർ ദിവസങ്ങളിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് നടന്ന സമരം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കേന്ദ്ര യോഗങ്ങളുടെ അജണ്ടയിൽ സംസ്ഥാനത്തെ ഉപരോധ സമരം ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സംസ്ഥാനത്തെ ഉപരോധ സമരം ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയെന്നുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയം കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യാൻ ഇടയുണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ചില നേതാക്കന്മാർ ഇതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും VS അച്യുതാനന്ദനും തോമസ് ഐസക്കുമാണ്. ഇവർ രണ്ടുപേരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങുമ്പോൾ തന്നെ ഈ വിഷയം ഇവർ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ചർച്ചയായി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനി ഞായർ ദിവസങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ഉണ്ടാവുക. നിലവിൽ അജണ്ടയിൽ ഇക്കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഗോപികൃഷ്ണൻ. അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ ഇന്ന് വിശദമായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് കൊച്ചി സ്റ്റുഡിയോയിൽ. CPIയുടെ VS സുനിൽകുമാർ MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM ലോറൻസ്, RSPയുടെ NK പ്രേമചന്ദ്രൻ എന്നിവരെ
ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുൻപേ താങ്കൾ മംഗളത്തിലെഴുതിയ ഒരു ലേഖനം ഞാൻ വായിക്കാനിടയായി. ഉപരോധവും അനുരോധവും എന്ന തലക്കെട്ടിൽ താങ്കൾ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, തങ്ങൾ തയ്യാറാക്കിയ രാഷ്ട്രീയ തിരക്കഥയുടെ അതിർ ജനശക്തി ഭേദിക്കുമോ എന്ന ആശങ്കയിലാണ് സംഘാടകർ തന്നെ സമരം പിന്മാറ്റത്തിന്റെ കൂടത്തിലേക്ക് ആവാഹിച്ച് സ്ഥലം വിട്ടത് എന്നാണ്. താങ്കളുടെ ഈ നിലപാട് ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത CPIM-ൻ്റെ അണികൾക്കും അതിൻ്റെ വിവിധ ഘടകങ്ങളിലിരിക്കുന്നവർക്ക് പോലും ഈ സമരം ഇങ്ങനെയല്ല അവസാനിക്കേണ്ടിയിരുന്നത് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി റിപ്പോർട്ടിംഗ് നടക്കാൻ പോകുന്നു എന്ന് താങ്കൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ സമരത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വീക്ഷിച്ച ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്തുകൊണ്ട്, ഞാൻ ഈ ഒരു കാര്യം മാത്രമല്ല പറഞ്ഞത്, ഇത് എന്തുകൊണ്ട് ഈ സമരം ആ ഘട്ടത്തിൽ ഇങ്ങനെ പിൻവലിച്ചു എന്നുള്ളത് സംബന്ധിച്ച അവ്യക്തതയും അത് സംബന്ധിച്ച ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് പിൻവലിക്കാൻ ആ ലേഖനം എഴുതുന്ന ഘട്ടത്തിൽ എൻ്റെ മുമ്പിലുണ്ടായ പല സാഹചര്യങ്ങളെ സംബന്ധിച്ചും ചൂണ്ടിക്കാണിച്ച അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കാരണം ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ട ഉണ്ടായിരുന്നു എങ്കിൽ, അത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ സമരം പോവുകയും മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് അടക്കം ഇത് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭൗതിക ശക്തി ഈ സമരം മുന്നോട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി ഇത്രയും പട്ടാളത്തെയും പോലീസിനെയും സൈന്യത്തെയും ഒക്കെ ഇറക്കിയിട്ടും സെക്രട്ടേറിയറ്റ് പൂട്ടി അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോയത്. അതുപോലെ തന്നെ ഈ അതുവരെ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്, പക്ഷേ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും അന്വേഷണ പരിധിയിൽ വരാതെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഈ സമരം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അത് എന്തുകൊണ്ട് എന്നുള്ള പ്രശ്നം സ്വാഭാവികമായി വരുന്നുണ്ട്. അതാണ് ആ ലേഖനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. തിരിച്ചുവരാം താങ്കളിലേക്ക്. ആനത്തലവട്ടം ആനന്ദൻ, CPM നേതാവ് തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ വിമർശനം താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഇത് സമരം പിൻവലിക്കപ്പെട്ട അന്ന് തന്നെ ഉയർന്നതാണ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ സമരം പിൻവലിക്കാനുള്ള തീരുമാനം LDF എടുത്ത സമയത്ത് തന്നെ ഇത് ഉന്നയിക്കപ്പെട്ടിരുന്നു. അന്ന് പറഞ്ഞത് സമരം തുടരുകയാണ്, രൂപം മാറ്റുന്നു എന്നത് മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് എത്തിക്കാൻ പാകത്തിൽ പരിഭ്രമം സർക്കാർ തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്ന ഒരു നിരീക്ഷണവുമുണ്ട്. ആ ഘട്ടത്തിൽ സമരം പിൻവലിച്ചത് യഥാർത്ഥത്തിൽ അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? അണികളിലും അതുപോലെ ഈ സമരത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാഗ്രഹിച്ചവരാണ് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ, മാധ്യമങ്ങൾ, അത് ഇലക്ട്രോണിക് മീഡിയ ആയാലും പ്രിൻ്റ് മീഡിയ ആയാലും. അതിൻ്റേതായ വലിയ പിന്തുണയാണ് ഈ സമരത്തിൽ നമ്മൾ കണ്ട സെക്രട്ടേറിയറ്റ്. ആ സമരത്തിൻ്റെ ആ തള്ളിക്കയറ്റം കണ്ടപ്പോൾ തന്നെ പട്ടാളവും പോലീസുമൊക്കെ കൈവശമുണ്ടെങ്കിൽ പോലും തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് കണ്ട് ലോകത്ത് ഒരു രാജ്യത്തും ബഹുജന സമരങ്ങളുടെ ഫലമായി ഒരു ഭരണ സ്ഥിരാകേന്ദ്രം അടച്ചുപൂട്ടി താക്കോലും കൊണ്ടുപോയ ഒരു ചരിത്രമില്ല. ഇന്ത്യയിലില്ല. വാൾ സ്ട്രീറ്റ് സമരത്തിൽ പോലും അങ്ങനെ ഒരു സമരമില്ല. ദയവായി ക്ഷമിക്കുക ഇടപെടുന്നുകൊണ്ട്. ഇതേ ന്യായം തന്നെയാണ് ഇപ്പോൾ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ചൂണ്ടിക്കാണിച്ചത്. എന്താ വേണ്ടത്? ഇതേ ഇപ്പോൾ ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇടപെട്ടാൽ പറ്റില്ല. ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്യാണത്. ശരി, താങ്കൾ പറഞ്ഞു വരുന്ന പശ്ചാത്തലം ഇതിന്റെ ഫലമായി ജനങ്ങളുടെ ഇടയിൽ ആകെ തന്നെ ഈ ഗവൺമെന്റ് പോകണം എന്നുള്ളൊരു അഭിലാഷമുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നടന്നില്ല. പക്ഷെ ഞങ്ങൾ ഉപരോധ സമരം മാത്രമാണ് അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം അണുകട പിൻവലിച്ചിട്ടില്ല.
ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള തുടർ സമരത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിലും ഇടതുപക്ഷ മുന്നണിയും വിളിച്ചുകൂട്ടി അതിൻ്റെ കമ്മിറ്റികൾ ചർച്ച ചെയ്ത് രൂപപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി രാജിവെക്കാന്നുള്ള മുദ്രാവാക്യം ഉപേക്ഷിച്ച് സന്ധി ചെയ്തു എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവർ ഈ ജനകീയ സമരത്തിൻ്റെ വളർന്നു വരുന്ന ജനങ്ങളുടെ പിന്തുണയും മറ്റും മനസ്സിലാക്കാതെ പറയുന്നതാണ്. ഇതിൽ നിന്ന് പിന്മാറാനല്ല, മറിച്ച് ശക്തിയായി സമരം കൊണ്ടുപോകാൻ. ജുഡീഷ്യൽ എൻക്വയറിയെ കുറിച്ച് പറഞ്ഞു. ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഉരുണ്ട് കളിച്ചിട്ടുണ്ട്. ജോപ്പനെ കുറിച്ച് അന്വേഷിക്കാനാണോ ജുഡീഷ്യൽ എൻക്വയറി? സരിത എസ് നായരെയും ബിജു രാധാകൃഷ്ണനെ കുറിച്ച് അന്വേഷിക്കാനാണോ ജുഡീഷ്യൽ എൻക്വയറി? അത് അവരുടെ മേൽ ക്രിമിനൽ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ജുഡീഷ്യൽ എൻക്വയറി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ജുഡീഷ്യൽ എൻക്വയറി. ആ എൻക്വയറിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും താനും ഓഫീസും പെടില്ലെന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നതെങ്കിൽ ശ്രീ ആനന്ദലോട്ട് ആനന്ദൻ, വ്യക്തമാണ് താങ്കൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. എന്റെ ചോദ്യം ശ്രീ ആനന്ദലോട്ട് ആനന്ദൻ, എന്റെ ചോദ്യം സമരത്തിന്റെ ശ്രീ ആനന്ദലോട്ട് ആനന്ദൻ സമരത്തിന്റെ വീര്യത്തെക്കുറിച്ച്, ആ സമരം സൃഷ്ടിച്ച പരിഭ്രാന്തിയെക്കുറിച്ച് ഒക്കെ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നു. അത് വളരെ പെട്ടെന്ന് പിൻവലിക്കാനുണ്ടായ സാഹചര്യത്തിലാണ് എല്ലാവർക്കും സംശയം. ആ കാര്യമാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു. ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചപ്പോൾ ജുഡീഷ്യൽ എൻക്വയറിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി ഇല്ലാതെ എന്ത് ജുഡീഷ്യൽ എൻക്വയറിയാണ് ഉള്ളത്? സരിതയെക്കുറിച്ചും ബിജു രാധാകൃഷ്ണനെ കുറിച്ചുമാണ് ജുഡീഷ്യൽ എൻക്വയറി. ഇത് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാക്കുന്ന കാര്യമല്ലേ? മുഖ്യമന്ത്രി അതിനുശേഷം ഉരുണ്ട് കളിക്കുകയാണ്. അങ്ങനെ ഒരു ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചാൽ മുഖ്യമന്ത്രിക്ക് പിന്നെ തുടരാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറിയുടെ ഫലമായി അങ്ങനെയാണെങ്കിൽ എന്തിന് മുഖ്യമന്ത്രിക്ക് ഉരുണ്ട് കളിക്കാൻ ഒരു അവസരം ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ജുഡീഷ്യൽ എൻക്വയറി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൂടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഓഫീസ് ഈ അന്വേഷണ പരിധിയിൽ വരില്ല. രണ്ട്, പോലീസ് അന്വേഷണം കഴിഞ്ഞാൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറാണ്. ഏത് അന്വേഷണം നടത്താൻ തയ്യാറാണ് എന്ന നിലപാട് അദ്ദേഹത്തിന് പണ്ട് മുതലേ ഉണ്ട്. നിയമസഭാ രേഖകളിൽ അക്കാര്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം സമരം ചെയ്ത് നേടിയെടുത്ത ഒരു ആവശ്യമായി ഇതിനെ കാണാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, സമരം കഴിഞ്ഞ ഉടൻ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഏതാണ്ട് 1 മണിക്കൂറോ അടുപ്പിച്ച്, അതായത് 3/4 മണിക്കൂർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഉപരോധ സമരം പിൻവലിക്കുന്നതിനുണ്ടായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. തൊട്ടടുത്ത ദിവസം 1 മണിക്കൂർ എടുത്ത് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട വരുന്ന അവസ്ഥ എന്തുകൊണ്ട് CPM ഉണ്ടാകുന്നു? ഒന്ന്, മുഖ്യമന്ത്രി ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് നിയമസഭയിലോ പുറത്തോ പറഞ്ഞിട്ടില്ല. ജുഡീഷ്യൽ എൻക്വയറി വേണം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള പ്രതിപക്ഷ ഇടതുപക്ഷ മുന്നണിയുടെ ആവശ്യത്തിന്റെ മേൽ നിഷേധാത്മകമായ നിലപാടാണ് മുഖ്യമന്ത്രി ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്നവരെ എടുത്തിട്ടുള്ളത്. 9 ദിവസം ഈ കാര്യം ചർച്ച ചെയ്ത് നിയമസഭയിൽ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം നടത്തുമോ ഇല്ല എന്ന് പറഞ്ഞ രേഖകളാണ് ഉള്ളത്. മറിച്ചൊരു രേഖയില്ല. ആ വിധത്തിൽ ഈ അന്വേഷണം നടത്താൻ നിർബന്ധിതമായത് ഇപ്പോൾ മാത്രമാണ്. പിന്നെ ശ്രീ പിണറായി വിജയൻ ഈ സമരം ഇവിടെ ഉപരോധ സമരം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന അവസരത്തിൽ മുഖ്യമന്ത്രി ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നില്ല, ആ ജുഡീഷ്യൽ എൻക്വയറി ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രസ് കോൺഫറൻസിൽ പറയുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് ആ ജുഡീഷ്യൽ എൻക്വയറിയിൽ മുഖ്യമന്ത്രിയുടെ ആഫീസും ഞാനും പെടില്ല എന്ന് പറയുകയുണ്ടായി. ആ പറഞ്ഞതിന് ശേഷമാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രി രാജിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും. ആ പ്രക്ഷോഭം ഇതിനേക്കാൾ കൂടുതൽ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരും. അത് ഉമ്മൻചാണ്ടി ഉരുണ്ട് കളിച്ചതിന് ശേഷമാണ് ആ പ്രക്ഷോഭം ഉയർത്തുമെന്ന് പറഞ്ഞത്. സ്വാഭാവികമായി ജുഡീഷ്യൽ എൻക്വയറി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കേണ്ടത്. ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ച് അതിനുശേഷം അദ്ദേഹം ഉരുണ്ട് കളിച്ചു. ആ ഉരുണ്ട് കളിച്ചത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് ഇടയില്ലാത്ത വിധത്തിൽ ബഹുജന രോഷം ഉയർന്നു വരുന്നതിന് മാത്രമേ ഇടയാക്കൂ. അതിൽ നിന്ന് ഇപ്പൊ പിന്നെ പാർട്ടി കമ്മിറ്റികൾ വിശദീകരിക്കുന്ന യോഗം ചേരുന്ന കാര്യം പറഞ്ഞു. അത് സാധാരണ ഒരു സമരം നടക്കുമ്പോൾ എൻ്റെ റിവ്യൂ നടത്തും, പുതിയ സമരത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തും. ഞങ്ങൾ ഇതിനു മുമ്പ് രാപ്പകൽ സമരം നടത്തിയപ്പോഴും അതിനു മുമ്പ് നടന്ന താലൂക്ക് ഓഫീസിലും കളക്ടറിലും നടന്ന സമരം നടത്തി കഴിഞ്ഞപ്പോഴും അതിനെല്ലാം ശേഷം ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും കൂടി പുതിയ സമരരൂപങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സമരരൂപങ്ങൾ വിജയിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ കൂടുന്ന ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഒക്കെ തന്നെ നടത്താൻ പോകുന്ന സമരത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്താൻ പോകുന്ന അദ്ദേഹത്തിനെതിരായുള്ള പ്രതിഷേധ പ്രകടനങ്ങളും സമരരൂപങ്ങളെയും കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് സഖാക്കളെയും അണികളെയും തയ്യാറാക്കാൻ